നമസ്തേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൈകൾ നമുക്ക് ചിന്മുദ്ര പിടിക്കാം. ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം മുട്ടിച്ച് മലർത്തി തുടയിൽ വയ്ക്കാം. സാവധാനം കണ്ണുകൾ അടയ്ക്കാം. നമ്മളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. സാധാരണ ഒരു ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കൂ, പുറത്തേക്ക് വിടൂ. നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചും വയറും നിറയുന്നതും പുറത്തേക്ക് വിടുമ്പോൾ ചുമന്നതും അറിഞ്ഞു ചെയ്യൂ. നിങ്ങളുടെ ശ്രദ്ധയെ സാവകാശം പ്രസന്റ് മൊമെന്റിലേക്ക്, നിങ്ങളുടെ മാറ്റിലേക്ക് കൊണ്ടുവരാം. ശ്വാസതാളത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് കൈകൾ കൂട്ടിത്തിരുമ്മി ആ ചൂട് കണ്ണിന് നൽകി പയ്യെ ചിമ്മി ചിമ്മി കണ്ണുകൾ തുറക്കാം. നമുക്ക് ലൂസനിങ്ങിലേക്ക് പോകാം. കാലുകൾ നീട്ടി വെച്ച് മാറ്റിലിരിക്കാം. കാലുകൾ അകത്തി വയ്ക്കാം. കൈ ബാക്കിൽ കുത്താം. ശ്വാസം എടുത്തുകൊണ്ട് കാൽപാദം ഉള്ളിലേക്ക്, തള്ളവിരൽ ഉള്ളിൽ മുട്ടിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പെരുവിരൽ പുറത്തേക്ക് മുട്ടിക്കാം. ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ചെയ്യാം. കാലുകൾ നേരെ വയ്ക്കാം. കാൽവിരലുകൾ, കാൽപാദം നന്നായി മുന്നോട്ടും ബാക്കോട്ടും സ്ട്രെച്ച് ചെയ്യാം. ബ്രീത്തിൽ ശ്രദ്ധിക്കാം. വലതുകാൽ ഉയർത്തി വലിയൊരു വൃത്തം വരയ്ക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യാം. ഓപ്പോസിറ്റ് കാൽ ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. കാൽമുട്ടുകൾ പയ്യെ മടക്കി നിവർത്തി കൊടുക്കാം. സാവകാശം കാലുകൾ നമ്മളുടെ തുടയോട് ചേർത്ത് വയ്ക്കാം. അവിടെ നിന്നും ശ്വാസം എടുത്തുകൊണ്ട് 2 കാൽമുട്ടും നിലത്ത് പതിപ്പിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്. കാലുകൾ നീട്ടി നിവർത്തി വയ്ക്കാം. സുഖാസനയിലേക്ക് മാറിയിരിക്കാം. അവിടെ നിന്നും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കാം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകാം. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഇടതുവശത്ത് കൂടി താഴേക്ക്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ആസ്വദിച്ച് ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്,
breathe in, breathe out, breathe in, breathe out. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ഒരു പുഞ്ചിരിയോടുകൂടി ആസ്വദിച്ച് ചെയ്യാം. ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, in, out. ഓക്കെ, അടുത്തത് നമ്മളുടെ ഷോൾഡർ, വലതു ഷോൾഡർ ചെവിയോട് ഉയർത്തി കൊടുക്കാം. ഒരു റൗണ്ട് ചെയ്തുകൊണ്ട് ബാക്കിലൂടെ താഴ്ത്താം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓപ്പോസിറ്റ് ഷോൾഡർ സെയിം ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കൈകൾ മുന്നോട്ട് നിവർത്തി പിടിക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. കൈ പത്തി പരസ്പരം ഫേസ് ടു ഫേസ് പിടിക്കാം. ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. നേരെ പിടിക്കാം. കൈപ്പത്തി നന്നായി വിടർത്തി പിടിക്കാം. മടക്കി നിവർത്തുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യാം. കൈകൾ താഴ്ത്തിയിടാം. നെക്ക് റൊട്ടേഷനിലേക്ക് പോകാം. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി മുകളിലേക്ക് നോക്കാം. ശ്വാസം വിട്ടുകൊണ്ട് താഴെ നെഞ്ചിൽ മുട്ടിക്കാം. Breathe in, breathe out. In, out. In, out. തല ഇരു ഷോൾഡറിലേക്കും മുട്ടിക്കാനായിട്ട് ശ്രമിക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. രണ്ട് വശങ്ങളിലൂടെയും ബാക്കിലേക്ക് നോക്കാം. നോക്കുമ്പോൾ ഒരേ പോയിന്റിലേക്ക് തന്നെ നോക്കാനായിട്ട് ശ്രമിക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം എടുത്തുകൊണ്ട് താഴെ നെഞ്ചിൽ വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. വലത് വശത്ത് കൂടി ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ഇടതുവശത്ത് കൂടി മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. Breathe in, breathe out. കാലുകൾ, രണ്ട് കാലുകളും മുന്നോട്ട് നീട്ടി വെച്ച് ചേർത്ത് വെച്ചിരിക്കാം. രണ്ട് കൈകളും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്താം. ചെവിയോട് ചേർത്ത് വയ്ക്കാം.
ബാക്കോട്ട് ഒന്ന് ബെൻഡ് ചെയ്തതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്, പറ്റുമെങ്കിൽ നമ്മുടെ കാലിൽ പിടിക്കാം. അവിടെ നിന്നും നമ്മുടെ നെറ്റി മുട്ടിലേക്ക് അടുപ്പിച്ച് കൊടുക്കാം. നന്നായി ബ്രീത്ത് ചെയ്ത് ഹോൾഡ് ചെയ്യാം. പറ്റുന്നത്രയും ബ്രീത്ത് ചെയ്ത് ഹോൾഡ് ചെയ്യാം. സാവകാശം കൈ ഉയർത്തി മുകളിലേക്ക് പൊന്തി ഇരുവശങ്ങളിലൂടെയും കൈകൾ താഴ്ത്തിയിടാം. നിങ്ങൾക്ക് ഇത്രയും ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത്രയും സമയം ഹോൾഡ് ചെയ്ത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഒരു തവണ കൂടി നമ്മൾക്ക് ചെയ്തു നോക്കാം. 2 കൈകളും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് നമ്മളുടെ നെഞ്ചും വയറും അടക്കം കൈ വിടാണ്ട് താഴേക്ക് പ്രസ് ചെയ്ത് നമ്മുടെ കാലിൽ പിടിക്കാൻ ശ്രമിക്കാം. പറ്റാത്തവർ കൈ എവിടെയാണോ പറ്റുന്നത് അവിടെ ഹോൾഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ നെറ്റിയെ താഴേക്ക് ഉന്തി കൊടുക്കാം. പറ്റുന്നവർ കാലിൽ ഹോൾഡ് ചെയ്ത് താഴേക്ക് നെറ്റി അമർത്തി കൊടുത്ത് നന്നായി ബ്രീത്ത് ചെയ്യാം. സാവകാശം പൊന്തി ഇരുവശങ്ങളിലൂടെയും കൈകൾ താഴ്ത്തിയിടാം. 2 കൈകളും നമ്മുടെ ബാക്കിൽ കുത്തിവെക്കാം. അതിനുശേഷം നമ്മളുടെ അരക്കെട്ട് ഉയരുന്നു, നമ്മളുടെ വലത് കാൽ ഉയരുന്നു, നമ്മളുടെ ഇടത് കാൽ ഉപ്പൂറ്റി മാത്രം നിലത്ത് കുത്തുന്നു. കാല് കഴിയുന്നത്ര നമ്മളുടെ കണ്ണിന് നേരെ ഉയർത്തി കൊടുക്കുന്നു. കാൽ വിരലുകളിൽ നോക്കി നന്നായി ബ്രീത്ത് ചെയ്യൂ. സാവകാശം കാല് താഴെ വയ്ക്കാം. അതിനുശേഷം കാലൊക്കെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ശേഷം ഇടതുകാൽ ഉയർത്താം. അരക്കെട്ട് ഭാഗം ഉയരുന്നു. നമ്മളുടെ കൈപ്പത്തികളും വലത് കാലിൻ്റെ ഉപ്പൂറ്റിയും മാത്രം നിലത്ത് നിൽക്കട്ടെ. ഉയർത്തൂ. പറ്റാവുന്നത്ര ഉയർത്തുക. കണ്ണിൻ്റെ നേരെ എത്തുമെങ്കിൽ അവിടം വരെ ഉയർത്താം. കാൽ വിരലുകളിൽ നോക്കുക. ഉയർത്തിയ കാലിൻ്റെ വിരലുകളിലേക്ക് നോക്കി നന്നായി ബ്രീത്ത് ചെയ്യാം. സാവകാശം താഴ്ത്തി കൊടുക്കാം. കൂടുതൽ ടൈം നിൽക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ ടൈം നിൽക്കുക. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിൽക്കാം. കുറേ സമയം നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ വലതുകാലെടുത്ത് വലത് തുടയോട് ചേർത്ത് വയ്ക്കാം. സെയിം കൈ, വലത് കൈ ബാക്കിൽ നിലത്ത് വയ്ക്കാം. ഇടത് കൈ വലത് കാലിൻ്റെ ഉള്ളിലൂടെ ഇടത് മുട്ടിനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ നെഞ്ചിലൂടെ ഷോൾഡറിൻ്റെ ബാക്കിലൂടെ അമർത്തി വെച്ച കൈയിനെ ഷോൾഡറിൻ്റെ ബാക്കിലൂടെ ബാക്കോട്ട് നോക്കാം. നന്നായി ബെൻഡാവട്ടെ ശരീരം. ശരീരത്തിൻ്റെ സ്ട്രെച്ചിങ് വരുന്ന എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കാം. നന്നായി ബ്രീത്ത് ചെയ്യാം. സാവകാശം കൈ റിലീസ് ചെയ്ത് വലത് കാൽ താഴ്ത്തി കൈ ഉയർത്തിക്കൊണ്ട് വരാം. നെക്സ്റ്റ് ഇടത് കാൽ ബാക്കോട്ട് വയ്ക്കാം. അവിടെ നിന്നും ഇടത് കൈപ്പത്തി ബാക്കിൽ വയ്ക്കാം. ഇടത് നെഞ്ചിലൂടെ ഇടത് വശത്തു കൂടി ഇടത് കാലിൻ്റെ ഒന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ഉന്തിക്കൊടുത്ത് വലത് മുട്ടിലേക്ക് പിടിക്കാം. ബാക്കോട്ട് തിരിഞ്ഞു നോക്കാം. ഷോൾഡറിൻ്റെ പൊക്കത്ത് കൂടി നന്നായി ബ്രീത്ത് ചെയ്യാം.
ശരീരത്തിൻ്റെ സ്ട്രെച്ചിങ് വരുന്ന എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കാം. ഒരു പുഞ്ചിരിയോടുകൂടി ശ്വാസം നന്നായി എടുത്തു വിടാം. സാവകാശം കൈ റിലീസ് ചെയ്ത് കാല് നീട്ടിവെക്കാം. സാവകാശം നമുക്ക് വജ്രാസനത്തിലേക്ക് മാറിയിരിക്കാം. വലത് കാൽ മടക്കാം, ഇടത് കാൽ മടക്കാം. കാൽപാദം നിലത്ത് പതിച്ചതിന് ശേഷം കാലിൻ്റെ മണ്ടയിലേക്ക് ഇരിക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് നമ്മളുടെ കൈകൾ കൊണ്ട് അളവെടുക്കാം. കൈമുട്ട് നമ്മുടെ കാൽമുട്ടിനോട് ചേർത്ത് കൈപ്പത്തി നിലത്ത് പതിപ്പിച്ച് ആ കൈപ്പത്തിയിൽ മുട്ടുമടങ്ങാണ്ട് നിവർന്ന് വരാം. അവിടെ നിന്നും നമുക്ക് ക്യാറ്റ് ആൻഡ് കൗ ബ്രീത്തിങ് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കണം. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ നമ്മളുടെ അടിവയറ്, നമ്മളുടെ അരക്കെട്ട് നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ആ സ്ട്രെച്ചിങ് ശ്രദ്ധിച്ചുകൊണ്ട് ബ്രീത്ത് ചെയ്യുക. കണ്ടിന്യൂ ആണ് ബ്രീത്തിങ് വരിക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നമ്മളുടെ നെഞ്ചിലേക്ക് നമ്മളുടെ താടി മുട്ടിച്ച് ഉള്ളിലേക്ക് നോക്കാം. നട്ടെല്ല് ഉയരട്ടെ. ബ്രീത്ത് ഇൻ, മുകളിലേക്ക് നോക്കാം, സീലിംഗിലേക്ക്. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അവിടെ നിന്നും വലതു കൈ ഉയർത്തി മുകളിലേക്ക്, പൊസിഷൻ മാറുന്നില്ല. ബ്രീത്ത് ഇൻ, വലതു കൈ താഴേക്ക്. നെക്സ്റ്റ് ഇടത് കൈ മുകളിലേക്ക്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അഗെയിൻ വലതു കൈ മുകളിലേക്ക്. ബ്രീത്ത് ചെയ്യൂ, ബ്രീത്ത് ഔട്ട് ചെയ്യൂ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കൈകൾ മാറ്റിൻ്റെ മുന്നിൽ വെച്ച് മാറ്റിൻ്റെ ബാക്കിലേക്ക് ഒന്ന് മുട്ടുകുത്തി നിൽക്കാം. അവിടെ നിന്നും ഒരു ആനക്കുട്ടി കളിക്കുന്നത് പോലെ നമുക്ക് മുന്നോട്ടും ബാക്കോട്ടും പോകാം. ശ്രദ്ധിക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നോട്ടം നേരെ തന്നെ, തല താഴേക്ക് കുമ്പിട്ട് പോവരുത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അവിടെ നിന്നും നേരെ മുട്ടുകുത്തി മാറ്റിൽ നിൽക്കാം. നേരെ മുട്ടുകുത്തി മാറ്റിൽ നിൽക്കാം. നിങ്ങൾ ബിഗിനേഴ്സ് ആണ് എങ്കിൽ കാലുകൾ കുറച്ച് അകത്തി വയ്ക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ബിഗിനേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാലുകൾ അകത്തി വയ്ക്കാം. കാൽ വിരലുകൾ മാറ്റിൽ കുത്തിവയ്ക്കാം. വലത് കൈ കൊണ്ട് വലത് കാലിൻ്റെ പാദസരം ഇടുന്ന ഭാഗം അല്ലെങ്കിൽ കാൽ തണ്ടയിൽ പിടിക്കാം. ഇടത് കൈ കൊണ്ട് ഇടത് കാലിൽ പിടിക്കാം. തല നന്നായി താഴേക്ക് തൂക്കിയിടാം.
വയറ് മാക്സിമം നമ്മുടെ മുട്ടിന് നേരെ വരുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് നന്നായി മുകളിലേക്ക് നോക്കി ബ്രീത്ത് ചെയ്യൂ. ബ്രീത്ത് ചെയ്യൂ. നന്നായി വയറ് സ്ട്രെച്ച് ചെയ്യൂ. നന്നായി ഹോൾഡ് ചെയ്ത് തിരിച്ചു വരാം. ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ നമ്മളുടെ അരക്കെട്ടിൽ കൈ വെച്ചതിന് ശേഷം തല ബാക്കിലേക്ക് ഇട്ട് വയറിനെ മുന്നോട്ട് ഉന്തിക്കൊടുത്ത് നന്നായി ബ്രീത്ത് ചെയ്യാം. വയറ് നമ്മളുടെ മുട്ടിന് സമാന്തരമായി വരുന്ന രീതിയിൽ നമ്മൾ നന്നായി ഉന്തി കൊടുക്കണം. ഓക്കെ. ശേഷം നമുക്കത് റിലീസ് ചെയ്യാം. ഇനി നമ്മുടെ കൈകൾ മാറ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കാം. അവിടെ നിന്നും നമ്മുടെ കാൽമുട്ട് സ്ട്രെയിറ്റ് ചെയ്ത് ചെരിഞ്ഞ ഒരു പലക പോലെ നിൽക്കാം. നോട്ടം നേരെ മുന്നിലുള്ള ഭിത്തിയിലേക്കാണ്, താഴേക്കല്ല. നന്നായി ഹോൾഡ് ചെയ്യാം. അവിടെ നിന്നും മുട്ട് കുത്തി, കൈ അനങ്ങുന്നില്ല, മുട്ടിലേക്കിരിക്കാം. നെറ്റി നിലത്ത്, കൈമുട്ട് നിലത്ത്. അവിടെ നിന്ന് നന്നായി ബ്രീത്ത് ചെയ്യാം. അവിടെ നിന്നും എഗെയിൻ ദോലാസനയിലേക്ക് പോകാം. മുന്നിലേക്ക് നോക്കാം, പ്ലാങ്ക് പോസ്. നേരെ നോക്കി നന്നായി ശ്വാസം എടുക്കാം. എഗെയിൻ ശശാങ്കാസനയിലേക്ക് പോകാം. ബാക്കോട്ടിരുന്ന് കൈമുട്ടുകുത്തി നെറ്റി മാറ്റിൽ വെച്ച് ബ്രീത്ത് ചെയ്ത് വിശ്രമിക്കാം. മാറ്റിന്റെ മുന്നിലേക്ക് കിടക്കാം. താട മാറ്റിൽ കുത്തിവെക്കാം. കൈകൾ രണ്ട് വശങ്ങളിലുമായി നെഞ്ചിന്റെ ഇരുവശങ്ങളിലും പതിപ്പിച്ചു വെക്കാം. അവിടെ നിന്നും ഭുജംഗാസനയിൽ ഉയരാം. പുക്കിളിന്റെ താഴെ വരെയുള്ള ഭാഗം മുകളിലേക്ക് ഉയരട്ടെ. മുകളിലേക്ക് നോക്കി നന്നായി ബ്രീത്ത് ചെയ്യാം. കോബ്ര പോസ്. കൈമുട്ട് സ്ട്രെയിറ്റ് ആയിരിക്കട്ടെ. അവിടെ നിന്നും കാൽ വിരലുകൾ കുത്തി മുട്ട പയ്യെ പൊന്തിച്ചു കൊടുത്ത് പർവ്വതാസനയിലേക്ക് ഉയരാം. കാൽപാദം ജസ്റ്റ് മുന്നോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. തലമുട്ടിലേക്ക് പ്രസ് ചെയ്ത് നന്നായി ബ്രീത്ത് ചെയ്യാം. മൗണ്ടെയിൻ പോസ്. കൈ അനങ്ങുന്നില്ല. എഗെയിൻ കാൽപാദം 1 ഇഞ്ച് ബാക്കോട്ട് വെച്ച് അതേപോലെ താഴേക്ക്. ബ്രീത്ത് ഇൻ. പർവ്വതാസനയിലേക്ക് പോകാം. ബ്രീത്ത് ഔട്ട്. കാൽപാദം നിലത്ത് പതിഞ്ഞിരിക്കട്ടെ. എഗെയിൻ ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്.
ഔട്ട്. ഹോൾഡ് ചെയ്യൂ. പർവ്വതാസനയിൽ ഹോൾഡ് ചെയ്യൂ. നന്നായി ബ്രീത്ത് ഇന്നും ഔട്ടും ചെയ്യാം. തലയെ നന്നായി ഉള്ളിലേക്ക് മുട്ടിലേക്ക് നോക്കി ഉന്തി കൊടുക്കാം. പയ്യെ താഴേക്ക് വരാം. മാറ്റിൽ കിടക്കാം. കൈമുട്ടുകൾ പരസ്പരം പിടിച്ച് കൈ മുന്നോട്ട് വെച്ച് നെറ്റി കൈത്തണ്ടയിൽ വെച്ച് ചിഹ്ന മാറ്റിൽ വരുന്ന രീതിയിൽ നമുക്ക് വിശ്രമിക്കാം. അവിടെ നിന്നും 2 കാലുകളും തുടയോട് മടക്കി കൊടുക്കാം. 2 കാലുകളിലും പിടിക്കാം. ചിഹ്ന മാറ്റിൽ മുട്ടി നിൽക്കട്ടെ. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഉയരാം. നന്നായി നേരെ നോക്കി നന്നായി ബ്രീത്ത് ഇന്നും ഔട്ടും ചെയ്യാം. ഓരോ ബ്രീത്തിലും കാല് പയ്യെ മുകളിലേക്ക് പൊക്കിക്കൊടുക്കാം. സാവകാശം താഴെ വയ്ക്കാം. മകരാസനയിൽ വിശ്രമിക്കാം. രണ്ടു കൈകളും തള്ളവിരൽ ഉള്ളിലാക്കി ബാക്കി വിരലുകൾ കൊണ്ട് തള്ളവിരലിനെ പൊതിഞ്ഞ് നമ്മളുടെ തുടയുടെ അടിയിലേക്ക് വെക്കാം. അവിടെ നിന്നും വലത് കാൽ മുകളിലേക്ക് ഉയർത്തി ഇടത് കാലും കൊണ്ട് വലത് കാൽ മുട്ടിനെ താങ്ങിക്കൊടുക്കാം. ചിഹ്ന താഴെ തന്നെ നന്നായി ബ്രീത്ത് ചെയ്യാം. സാവകാശം താഴെ വയ്ക്കാം. ഇടതുകാൽ ഉയർത്താം. വലത് കാൽ കൊണ്ട് ഇടതുകാലിനെ താങ്ങിക്കൊടുക്കാം. നന്നായി ബ്രീത്ത് ചെയ്യൂ. സാവകാശം താഴെ വയ്ക്കാം. ഇനി 2 കാലുകളും ഒരുമിച്ച് ഉയർത്താം. കൈകൾ കൊണ്ട് പുഷ് ചെയ്ത് കൊടുക്കാം. മുട്ട് വളയരുത്. നന്നായി ബ്രീത്ത് ചെയ്യാം. സാവകാശം താഴ്ത്തി കൊടുക്കാം. മകരാസനയിൽ വിശ്രമിക്കാം. സാവകാശം മാറ്റിലേക്ക് മലർന്ന് കിടക്കാം. മാറ്റിലേക്ക് മലർന്ന് കിടക്കാം. കാലുകൾ അടുപ്പിച്ച് വയ്ക്കാം. അവിടെ നിന്നും കാൽമുട്ട് മടക്കി മുട്ടിൻ്റെ അടിയിൽ കൈകൾ കോർത്ത് പിടിച്ച് ഹോൾഡ് ചെയ്യാം. കാലുകൾ 90 ഡിഗ്രി ഉയർത്താം. കാൽ വിരലുകളിൽ നോക്കി നന്നായി ബ്രീത്ത് ചെയ്യാം.
നിവർത്തി വെച്ചിരിക്കുന്ന കാൽമുട്ട് സ്ട്രെയിറ്റ് ആയിരിക്കട്ടെ. സാവകാശം കാല് മടക്കി താഴേക്ക് താഴ്ത്തി വലിക്കുക. ഇടതുകാൽ ഉയർത്താം. കാൽ വിരലുകൾ ലോക്ക് ചെയ്ത് മുട്ടിന്റെ അടിയിൽ പിടിക്കാം. 90 ഡിഗ്രി ഉയർത്തി കൊടുക്കാം. കാൽ വിരലുകൾ നമ്മുടെ ഫേസിനോട്ട് താഴ്ത്തി കൊടുക്കാം. കാൽ വിരലുകളിൽ നോക്കി നന്നായി ബ്രീത്ത് ചെയ്യാം. നല്ല ലോങ് ഡീപ് ബ്രീത്ത് ചെയ്യുക. സാവകാശം താഴേക്ക് താഴ്ത്തി വയ്ക്കാം. ഇനി രണ്ട് കാലുകളും ഒരുമിച്ച് ഉയർത്താം. രണ്ട് കൈകൾ കൊണ്ടും ലോക്ക് ചെയ്യാം. 90 ഡിഗ്രി. കാൽ വിരലുകൾ ഫേസിലേക്ക് താഴ്ത്തി കൊടുക്കാം. നോക്കി നന്നായി ബ്രീത്ത് ചെയ്യാം. സാവകാശം കാലുകൾ മടക്കി താഴേക്ക് നിവർത്തി വയ്ക്കാം. അഗെയിൻ വലത് കാലിന്റെ മുട്ട് മടക്കി വയറിലേക്ക് അടുപ്പിക്കുന്നു. പറ്റുമെങ്കിൽ കാൽപാദത്തിന്റെ അടിയിലേക്ക് നമ്മളുടെ കൈ ഹോൾഡ് ചെയ്യുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ പറ്റുന്നത് അവിടെ ഹോൾഡ് ചെയ്യാം. മുട്ടിലാണെങ്കിൽ മുട്ടിൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ കാൽപാദത്തിലാണെങ്കിൽ കാൽപാദത്തിൽ. മറ്റേ കാല് സ്ട്രെയിറ്റ് ആക്കി വെക്കാം. വയറിലേക്ക് അടുപ്പിക്കാം. തല ഉയർത്തി നെറ്റി മുട്ടിൽ മുട്ടിക്കാം. നന്നായി ബ്രീത്ത് ചെയ്യാം. സാവകാശം തല താഴെ വയ്ക്കാം. കാലുകൾ താഴേക്ക് നീട്ടി വയ്ക്കാം. ഓപ്പോസിറ്റ് കാല് മുട്ടുമടക്കി വയറിലേക്ക് അടുപ്പിക്കാം. എവിടെയാണോ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഹോൾഡ് ചെയ്യാം. മുട്ടിലാണെങ്കിൽ മുട്ടിൽ, കാൽപാദത്തിനടിയിലാണെങ്കിൽ കാൽപാദത്തിനടിയിൽ. ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തി നെറ്റി മുട്ടിൽ മുട്ടിക്കാം. സാവകാശം കാല് താഴ്ത്തി വയ്ക്കാം. രണ്ട് കാലുകളും മുട്ടുമടക്കി വയറിലേക്ക് കൊണ്ടുവരാം. പറ്റുമെങ്കിൽ രണ്ട് കാലിന്റെയും പാദത്തിന്റെ അടിയിൽ പിടിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി രണ്ട് മുട്ടിന്റെ നടുവിലേക്ക് കൊണ്ടുവയ്ക്കാം. നന്നായി ബ്രീത്ത് ചെയ്യാം. സാവകാശം താഴ്ത്തി വയ്ക്കാം. നിങ്ങൾക്ക് എത്ര സമയമാണോ അധികം ബുദ്ധിമുട്ടാണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് അത്രയും സമയം മാത്രം ഹോൾഡ് ചെയ്യാം. പോകെ പോകെ ഹോൾഡിംഗ് ടൈം കൂടിക്കൂടി വരും. ഇനി കാൽപാദം. രണ്ട് കാലിന്റെ പാദങ്ങളും നമ്മളുടെ തുടയിലേക്ക് അടുപ്പിച്ച് വെക്കാം. എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ കൈകൾ കൊണ്ട് പയ്യെ ഒന്ന് നീക്കി കൊടുക്കാം.
അവിടെ നിന്നും നമ്മളുടെ വയറിനെ മുകളിലേക്ക് ഉയർത്താം. നെഞ്ചിലേക്ക് താഴേക്ക് ഉന്തി കൊടുക്കാം. നമ്മളുടെ ചിൻ നമ്മളുടെ നെഞ്ചിലായിരിക്കും. പറ്റാത്തവർ കൈ കൊണ്ട് നന്നായി പുഷ് ചെയ്ത് കൊടുക്കാം. പറ്റുന്നവർക്ക് കാൽപാദത്തിൽ കൈ വെച്ച് ഉന്താം. ബിഗിനേഴ്സ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വയറിനെ നന്നായി ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് നോക്കി നന്നായി ബ്രീത്ത് ചെയ്യാം. സാവകാശം ശരീരത്തെ താഴേക്ക് കൊണ്ടുവയ്ക്കാം. കാലുകൾ നീട്ടി നിവർത്തി വയ്ക്കാം. രണ്ട് കൈകളും ഇരുവശത്തു കൂടി മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാം. അവിടെ നിന്നും മുകളിൽ നിന്ന് ഒരാൾ പിടിച്ചു വലിക്കുന്നത് പോലെ നന്നായിട്ട് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പർ ബോഡി, കാലുകൾ താഴേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. നന്നായി ബ്രീത്ത് ചെയ്യാം. നന്നായി സ്ട്രെച്ച് ചെയ്യൂ. സാവകാശം ലൂസാക്കി കൊടുക്കാം. അഗെയിൻ ഒന്നുകൂടി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കൂ. നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കൂ. ഒരാൾ പിടിച്ച് വലിക്കുന്നത് പോലെ ശരീരം മൊത്തം നന്നായി സ്ട്രെച്ച് ആവട്ടെ. ശരീരം ലൂസാക്കി കൊടുക്കാം. ഇരുവശങ്ങളിലൂടെയും കൈകൾ താഴേക്ക് കൊണ്ടുവരാം. രണ്ട് കൈകളും വിരലുകൾ കോർത്ത് നമ്മളുടെ പുക്കിളിന്റെ നേവലിന്റെ അടിഭാഗത്തായിട്ട് വെക്കാം. ശ്വാസം എടുക്കുമ്പോൾ വയറ് വീർക്കട്ടെ. ശ്വാസം വിടുമ്പോൾ താഴേക്ക് കൈകൊണ്ട് വയറിനെ അമർത്തി കൊടുക്കാം. നന്നായി ബ്രീത്ത് ചെയ്യൂ. ശ്വാസം വിടുമ്പോൾ വയറ് താഴേക്ക് അമരട്ടെ. രണ്ട് കാലുകളും അകത്തി വെക്കാം. കൈകൾ ശരീരത്തിൽ നിന്നും അകത്തി മലർത്തി വെക്കാം. കണ്ണുകൾ അടച്ചു വെക്കാം. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് കിടക്കാം. നിങ്ങളുടെ ശരീരം മൊത്തം പൂർണ്ണ വിശ്രമത്തിലാണ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വിശ്രമിക്കുന്നു. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങളുടെ ഭാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടറിയൂ.
നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ തേർഡ് ഐ പോയിന്റിലേക്ക്, അതായത് പുരികങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുവരാം. അവിടെ അനങ്ങാതെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു മെഴുകുതിരി വെളിച്ചം സങ്കല്പിക്കൂ. നിങ്ങളിപ്പോൾ കിടക്കുന്നത് ഒരു കടൽ തീരത്താണെന്ന് മനസ്സിലാക്കാം. അടിച്ചു വരുന്ന തിരമാലയുടെ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേൾക്കാം. അവിടെ നിന്നും ശാന്തമായി നിൽക്കുന്ന ഒരു തടാകത്തെ മനസ്സിലേക്ക് കൊണ്ടുവരൂ. നിങ്ങളിപ്പോൾ കിടക്കുന്നത് ഒരു പൂന്തോട്ടത്തിലാണ്. അവിടെ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു മെത്തയിൽ നിങ്ങൾ കിടക്കുന്നു. ചെടികളിൽ നിന്നും പൂക്കൾ നിങ്ങളുടെ മേത്തേക്ക് കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. മനോഹരമായ സൂര്യോദയം കാണൂ. സൂര്യാസ്തമയം കാണൂ. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടൂ. നിങ്ങളിപ്പോൾ ശ്വസിക്കുന്നത് നിങ്ങളുടെ തേർഡ് ഐ പോയിന്റിലൂടെയാണ്. അതിലൂടെ ഉള്ളിലേക്ക് പോകുന്ന ശ്വാസം അതിലൂടെ തന്നെ പുറത്തേക്ക് പോകുന്നു. നിങ്ങളുടെ ശരീരഭാഗങ്ങൾ മൊത്തം ഇപ്പം വിശ്രമിക്കുകയാണ്. വിശ്രമത്തിൻ്റെ പീക്ക് പോയിന്റിലേക്ക് നിങ്ങൾ എത്തുന്നു.
നിങ്ങളുടെ മൂന്നാം കണ്ണിൽ മനോഹരമായ ഒരു മഴവില്ല് സങ്കല്പിക്കൂ. മഴവില്ലിൻ്റെ നിറങ്ങളെല്ലാം ചേർന്ന് ഒരു പ്രകാശമായി നിങ്ങളുടെ മൂന്നാം കണ്ണിലേക്ക് പ്രവേശിക്കുന്നു. ആ പ്രകാശം നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴുകി ഒഴുകി എത്തുന്നതായിട്ടറിയൂ. എല്ലാ പോസിറ്റിവിറ്റിയും നിറഞ്ഞ പ്രകാശം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും വിടാണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്നു. അവസാനം ആ പ്രകാശത്തെ നിങ്ങളുടെ ഹൃദയചക്രത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കൂ, പുറത്തേക്ക് വിടൂ. സാധാരണ ശ്വാസത്തിലേക്ക് പതിയെ ശ്രദ്ധയെ കൊണ്ടുവരാം. സാവകാശം കൈകൾ കൂട്ടിത്തിരുമ്മി ആ ചൂട് കണ്ണിന് നൽകി പയ്യെ കണ്ണുകൾ തുറക്കാം. സാവകാശം വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കാം. കൈത്തണ്ടയിൽ തല വയ്ക്കാം. അവിടെ നിന്നും നന്നായി ഒന്ന് ബ്രീത്ത് ചെയ്യാം. ഇടത് കൈ കുത്തി സാവകാശം മാറ്റിലേക്ക് എണീറ്റിരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഇരിക്കാം. ചാരി ഇരിക്കാം, കസാരയിലിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. നമുക്ക് പ്രാണായാമത്തിലേക്ക് കിടക്കാം. രണ്ട് കൈകളും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഭസ്ത്രിക പ്രാണായാമമാണ്. പീരിയഡ്സ് ആയിട്ടുള്ളവരൊന്നും ചെയ്യാൻ പാടില്ല, ഹൈ ബി പിക്കാരൊന്നും ചെയ്യരുത്. ചിന്മുദ്രയിൽ പിടിക്കാം. ഫസ്റ്റ് ചെയ്ത പോലെ ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം മുട്ടിച്ച് കൈകൾ മലർത്തി തുടയിൽ വയ്ക്കാം. അവിടെ നിന്നും കണ്ണുകൾ അടച്ചു വയ്ക്കാം. പ്രാണായാമത്തിനിടയ്ക്ക് കണ്ണുകൾ തുറക്കാൻ പാടില്ല. ഒരു ചെറു പുഞ്ചിരി മുഖത്ത് വയ്ക്കാം. സാധാരണ ഒരു ശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടാം. ദീർഘശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടാം. പുരികങ്ങളും നെറ്റിയും ഒക്കെ അയച്ചിടാം. അവിടെ നിന്നും ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് ബ്രീത്ത് ഇൻ ഔട്ട് ചെയ്യാം.
വിശ്രമിക്കാം. ശ്വാസത്തിന്റെ പ്രവാഹത്തെ ശ്രദ്ധിക്കാം. ഹാപ്പി ആയിട്ടിരിക്കാം. സാധാരണ ശ്വാസത്തെ അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടാം. ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. ചെയ്യാം. വിശ്രമിക്കാം. ശരീരത്തിലെ ശ്വാസത്തിന്റെ ഒഴുക്കിനെ തിരിച്ചറിയാം. മൂന്നാം റൗണ്ട് ഭസ്ത്രിക പ്രാണായാമത്തിനായി തയ്യാറെടുക്കാം. സാധാരണ ഒരു ശ്വാസം എടുക്കൂ, പുറത്തേക്ക് വിടൂ. ദീർഘശ്വാസം അകത്തേക്ക് എടുക്കൂ, പുറത്തേക്ക് വിടൂ. പുഞ്ചിരിയോടുകൂടി ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട്. വിശ്രമിക്കാം. അടുത്തതായി നാഡീശുദ്ധി പ്രാണായാമത്തിനായി തയ്യാറെടുക്കാം. അറിയില്ലാത്തവർ കൈകൾ കൂട്ടിത്തിരുമ്മി കണ്ണുകൾ തുറക്കാം. അറിയുന്നവർക്ക് സ്വയം ചെയ്യാം. നമ്മളുടെ ചൂണ്ടുവിരലും പെരുവിരലും മടക്കി പിടിക്കാം. മോതിരവിരൽ കൊണ്ട് ഇടത് നോസ്ട്രിൽസും തള്ളവിരൽ കൊണ്ട് വലത് മൂക്കും അടച്ചു പിടിക്കാം. കൈകൾ തൂക്കിയിടാണ്ട് ഉയർത്തിപ്പിടിക്കാം. കൈമുട്ടുകൾ, കണ്ണുകൾ അടച്ചു വയ്ക്കാം. ഇടതിലൂടെ ശ്വാസമകത്തേക്ക് എടുക്കുന്നു, ഇടത് മൂക്കടയ്ക്കുന്നു, വലതിലൂടെ പുറത്തേക്ക് വിടുന്നു. അഗെയിൻ വലതിലൂടെ എടുക്കുന്നു, വലതടയ്ക്കുന്നു, ഇടതിലൂടെ പുറത്തേക്ക് വിടുന്നു. ഇടതിലൂടെ എടുക്കുന്നു, വലതിലൂടെ പുറത്തുവിടുന്നു. കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ 5 സെക്കൻഡ് കൊണ്ടാണ് ശ്വാസം എടുക്കുന്നതെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടാം. 8 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ 16 സെക്കൻഡ് കൊണ്ട്. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അവസാനിപ്പിക്കാം. വലതു കൈപ്പത്തിയുടെ മുകളിൽ ഇടത് കൈപ്പത്തി വെച്ച് സ്ത്രീകൾക്ക് ഇരിക്കാം. സംശയമുള്ളവർ കൈകൾ കൂട്ടിത്തിരുമ്മി കണ്ണിന് ചൂട് നൽകിയതിന് ശേഷം മാത്രം കണ്ണ് തുറക്കുക. ആണുങ്ങൾ വലത് കൈപ്പത്തി മുകളിൽ വെച്ചിരിക്കുക. നട്ടല് സ്ട്രെയിറ്റ് ആയിരിക്കട്ടെ. തല സ്ട്രെയിറ്റ് ആക്കി പിടിക്കാം. ശ്വാസതാളത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ഒരു സാധാരണ ശ്വാസം അകത്തേക്ക് എടുക്കൂ,
പുറത്തേക്ക് വിടൂ. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കൂ, പുറത്തേക്ക് വിടൂ. ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കാം. സാവകാശം ശരീരത്തെ ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ വശങ്ങളിലേക്ക് ആട്ടിക്കൊടുക്കാം. എൻജോയ് ചെയ്യാം. മുഖത്തൊരു പുഞ്ചിരി വയ്ക്കാം. ശരീരം മൊത്തം ആടട്ടെ, തല മാത്രമല്ല. സാവകാശം ആട്ടം നിർത്താം. നിങ്ങളുടെ അഹം ഇപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കാം. അതിനെ ആസ്വദിച്ചുകൊണ്ട് അല്പനേരം ഇരിക്കാം. നിങ്ങളുടെ ശരീരത്തെ മുന്നോട്ടും ബേക്കോട്ടും ആട്ടിക്കൊടുക്കാം. അത് എൻജോയ് ചെയ്താടോ, നന്നായി എൻജോയ് ചെയ്തു. എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി നിൽക്കട്ടെ. സാവകാശമാട്ടം അവസാനിപ്പിക്കാം. നിങ്ങളുടെ അഹത്തിലേക്ക് ശ്രദ്ധയെ കൊടുക്കാം. അഹം ലോകം എപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്നത് ആസ്വദിക്കാം. കണ്ണുകളെല്ലാം നിശ്ചലമായിരിക്കട്ടെ. നമ്മൾ ആടിയതുപോലെ നിങ്ങളുടെ ശ്വാസതാളത്തിലേക്ക് ശ്രദ്ധ വയ്ക്കൂ. എല്ലാ പോസിറ്റിവിറ്റീസും നിങ്ങൾ ഇൻഹെയിൽ ചെയ്യുന്നു, എല്ലാ നെഗറ്റിവിറ്റീസും നിങ്ങൾ എക്സ്ഹെയിൽ ചെയ്യുന്നു. പോസിറ്റിവിറ്റി ഇൻഹെയിൽ ചെയ്ത് എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണായി നിങ്ങൾ മാറുന്നു. നിങ്ങൾക്കുള്ളിലെ എല്ലാ നെഗറ്റിവിറ്റീസിനെയും പുറത്തേക്ക് കളയുന്നു. മനസ്സിൽ വിചാരിക്കൂ, ഐ ആം എനർജറ്റിക് ആൻഡ് ലവബിൾ. ഞാൻ ഊർജ്ജസ്വലയും സ്നേഹനിധിയുമാണ്.
നമ്മൾക്ക് ഭൂതകാലമെല്ലാം വർത്തമാനകാലമെല്ലാം ഇപ്പോൾ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത് ഈ നിമിഷം മാത്രമാണ്. തിരിച്ചു കിട്ടാത്ത ഭൂതകാലത്തെയും വരാനിരിക്കുന്ന ഫ്യൂച്ചറിനെയും പറ്റി നമ്മൾ ആകുലപ്പെടേണ്ടതില്ല. ഈ നിമിഷത്തെ എൻജോയ് ചെയ്യാം. ഈ നിമിഷത്തിൻ്റെ താളത്തെ ആസ്വദിക്കാം. കൈകൾ തൊഴുതു പിടിക്കാം. ഈ നിമിഷത്തോട് പ്രകൃതിയോടും യൂണിവേഴ്സിനോടും നന്ദി പറയാം. എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കൂ. ഈ ദിവസം എനിക്ക് നല്ലത് തരും. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയും ആരോഗ്യവാനുമാണ്. ഒരു പുഞ്ചിരി മുഖത്ത് കൊണ്ടുവരാം. കൈകൾ നന്നായി കൂട്ടിത്തിരുമ്മി ആ ചൂട് നിങ്ങളുടെ ശരീരത്തിൻ്റെ കടയുന്ന എല്ലാ ഭാഗങ്ങൾക്കും കൊടുക്കാം. കാലുകൾ, കാൽപാദം, തുട, പുറം, വയറ് എല്ലാ ഭാഗങ്ങൾക്കും ചൂട് നൽകാം. നന്നായി കൈകൾ കൂട്ടിത്തിരുമ്മി ആ ചൂട് നിങ്ങളുടെ കണ്ണിന് നൽകി മുഖം തടവി കൈകൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചിമ്മി ചിമ്മി കണ്ണുകൾ തുറക്കാം. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു.